ഇന്നലെ ജമ്മു കശ്മീരിൽ 4 ഇടങ്ങളിലായി പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തി. ജമ്മു, കത്വ, സാംബ, അഗ്നൂർ എന്നിവിടങ്ങളിലാണ് ഡ്രോണുകൾ കണ്ടെത്തിയത്. ഇവയെല്ലാം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു. ഇതിനിടെ ഇന്നും വിമാന സർവീസ് ഉണ്ടായിരിക്കില്ലെന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോയും അറിയിച്ചു. വിവരങ്ങൾ നൽകാനായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, വെടിനിർത്തൽ ധാരണയായതിന്റെ 3ാം ദിനവും ഇതാ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം തുടരുകയാണ്. ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഡ്രോണുകൾ കണ്ടെത്തിയത്? അതോടൊപ്പം തന്നെ രാജ്യത്തടച്ച 32 വിമാനത്താവളങ്ങളും ഇന്നലെ തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സുരക്ഷാ കാര്യങ്ങളൊക്കെ മുൻനിർത്തി സർവീസ് ഉണ്ടായിരിക്കില്ല എന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോയും അറിയിക്കുകയാണ്. ഏതൊക്കെ രീതിയിലാണ് യാത്രക്കാർക്ക് നൽകുന്ന അറിയിപ്പുകൾ? ഹിമ, വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന 3ാം ദിവസവും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടരുകയാണ്. പക്ഷേ ആശ്വാസകരമാകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ അതിർത്തിയിൽ വെടിവെപ്പ് ഉണ്ടായിരുന്നില്ല. അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഇന്ത്യൻ പോസ്റ്റുകളിലേക്കോ ഇന്ത്യയിലേക്കോ വെടിവെപ്പ് നടത്തിയിരുന്നില്ല. പക്ഷേ ഈ പാകിസ്ഥാൻ തുടർച്ചയായി ഈ 3ാം ദിവസവും അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയും ജമ്മു കാശ്മീരിലെ 4 ഇടങ്ങളിലും പഞ്ചാബിലെ 3 ഇടങ്ങളിലുമാണ് ഇവരുടെ ഡ്രോണുകൾ, അതായത് പാകിസ്ഥാന്റെ ഡ്രോണുകൾ എത്തിയിരുന്നത്. ജമ്മു കാശ്മീരിൽ ജമ്മു, സാംബ, കത്വ, അഗ്നൂർ എന്നിവിടങ്ങളിലായിരുന്നു ഈ ഡ്രോണുകൾ എത്തിയിരുന്നത്. ഈ ഡ്രോണുകളെല്ലാം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനം, ഇന്ത്യയുടെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ചിടുകയാണ് ഉണ്ടായത്. അഗ്നൂറിൽ പ്രഗ്വാൽ ഗ്രാമത്തിലായിരുന്നു ഈ ഡ്രോണുകൾ എത്തിയിരുന്നത്. ജമ്മുവിന് അതിർത്തിക്ക് സമീപത്ത് ഡ്രോണുകൾ എത്തിയിരുന്നു. സാംബയിൽ ഡ്രോണുകൾ എത്തിയിരുന്നു. അതുപോലെ തന്നെ കത്വയിൽ ഡ്രോണുകൾ എത്തുകയും ചെയ്തിരുന്നു. പഞ്ചാബിൽ അമൃത്സറിന് സമീപത്തും ആയിരുന്നു ഡ്രോൺ. അമൃത്സർ, ജലന്ധർ, പത്താൻകോട്ട് എന്നിവിടങ്ങൾക്ക് ആയിരുന്നു ഈ ഡ്രോണുകൾ എത്തിയിരുന്നത്. ഇതിൽ ജലന്ധറിലെത്തിയത് പാകിസ്ഥാന്റെ നിരീക്ഷണ ഡ്രോണുകളായിരുന്നുവെന്നാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും വ്യക്തമാക്കുന്ന. ഈ ഡ്രോണ് വെടിവെച്ചിട്ടിരുന്നു. ഈ പത്താൻകോട്ടിലും അതുപോലെ തന്നെ അമൃത്സറിലും അതിർത്തി മേഖലകളിൽ ഡ്രോണുകൾ എത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇവയ്ക്കൊന്നും തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലത്തെ DGMO തല ചർച്ചയിൽ ഇരു രാജ്യങ്ങളും ഒരു വെടി പോലും അല്ലെങ്കിൽ ഒരു തിര പോലും ഉതിർക്കില്ല എന്ന് പരസ്പര ധാരണയിലെത്തിയിരുന്നു. ഈ അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും അങ്ങനെ വെടിവെപ്പ് നടന്നതായി ഇതുവരെയും റിപ്പോർട്ടുകളില്ല. പൊതുവെ ആ മേഖലയിൽ ശാന്തത നിലനിൽക്കുന്നു എന്നാണ് കരസേനാ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ മുതൽ ഈ വിമാനത്താവളങ്ങളൊക്കെ പൂർവ്വസ്ഥിതിയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചിരുന്നു. പക്ഷേ ഈ രാത്രി ഈ ഡ്രോണുകളൊക്കെ എത്തിയ സാഹചര്യത്തിൽ ജമ്മുവിലെയും പഞ്ചാബിലെയും അതുപോലെ തന്നെ അതിർത്തിയിലെ മറ്റ് ചില ഈ വിമാനത്താവളങ്ങളിൽ നിന്നുമൊക്കെയുള്ള സർവീസുകൾ ഇപ്പോൾ വിമാന കമ്പനികൾ റദ്ദാക്കിയിരിക്കുകയാണ്. 8 വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസാണ് എയർ ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത് ഇന്ന്. അതായത് ജമ്മു, അതുപോലെ തന്നെ ലേ, ചണ്ഡീഗഡ്, അമൃത്സർ തുടങ്ങി 8 വിമാനത്താവളങ്ങളിലെ സർവീസ് എയർ ഇന്ത്യ റദ്ദാക്കിയിരിക്കുകയാണ്. ശ്രീനഗർ, ലേ, ജമ്മു ഉൾപ്പെടെ 5 വിമാനത്താവളങ്ങളിലെ സർവീസ് ഇൻഡിഗോയും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുവെ ഇന്നു മുതൽ ഈ നിയന്ത്രണങ്ങളിലൊക്കെ വലിയ ഇളവുകൾ, അതായത് സ്കൂളുകളൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇന്ന് ജമ്മു കാശ്മീരിലെ പല പ്രദേശങ്ങളും അതിർത്തിക്ക് തൊട്ടടുത്തുള്ളതല്ല, അതിർത്തിക്ക് നിന്ന് അല്പം അകലെയൊക്കെ ഉള്ള സ്കൂളുകളൊക്കെ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ജനജീവിതം സാധാരണ നിലയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാന്റെ ഈ പ്രകോപനം തുടരുകയാണ്. എന്നിരുന്നാൽ കൂടി നമ്മൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വെടിനിർത്തൽ, അതായത് ഈ 2 രാജ്യങ്ങളുടെ ഈ അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഒരു ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നതുപോലെ തന്നെ ഇന്നലെയും അവരുടെ ഭാഗത്ത് നിന്ന് വെടിവെപ്പ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഡ്രോണുകൾ അയപ്പിച്ച് അവർ പ്രകോപനം തുടരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം.